രേഷ്മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കോളിഫ്ലവറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കിനി റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് 2 പച്ചമുളക് നടുവേ കീറിയതും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് സവാളയാണ് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയെല്ലാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായി വഴറ്റിയെടുക്കാം. കളർ ചേഞ്ച് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായി കുക്കായി വന്നതിന് ശേഷം നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഗരം മസാല ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ശേഷം ഇവയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കോളിഫ്ലവർ നന്നായി അരിഞ്ഞ് കഴുകി എടുത്തതാണ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു കൊടുക്കുകയാണ്. ഇവിടെ കോളിഫ്ലവർ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. ഇനി അവസാനമായി ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം എല്ലാം പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ കാണാം. താങ്ക്